ബീഹാറിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദീപാവലി സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്. സോ വെൽക്കം ടു ബീഹാർ അവർ പാട്ലിപുത്ര. രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ ഒന്ന് ഒരുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് നോക്കാൻ ഇവനും പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. മാലകളൊക്കെ മേടിച്ച് നന്നായിട്ട് വീടിനെയൊക്കെ ഒന്ന് അലങ്കരിച്ച് പിന്നെ ഞങ്ങളിനി ഗുരുദ്വാര ദർശനം, അമ്പല ദർശനം അതിനായിട്ട് ഇറങ്ങി. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗാനദിയാണ് കേട്ടോ. ഇവിടെ തന്നെ ഗംഗാപത്ത് എന്നും പറയും, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് എന്നും പറയും. പ്രാവുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പറക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. ഒരു രക്ഷയില്ല, അവരവരുടെ തീറ്റയുള്ള ശ്രദ്ധയില്ല. ഇനി ദീപാവലിയുടെ ആദ്യത്തെ വിളക്ക് ഗുരുദ്വാരയിൽ തന്നെ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യം ഒറ്റയ്ക്ക് ശ്രമിച്ചു, അപ്പോൾ നല്ല കാറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈഫ് വന്നൊന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ ആദ്യത്തെ വിളക്ക് ഗുരുദ്വാരയിൽ തന്നെ തെളിയിച്ചു. ഗുരുദ്വാരയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു. അവിടെ ലങ്കർ എന്നാണ് പറയുന്നത്. ലങ്കർ ഗുരുദ്വാരയിൽ തന്നെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ. मैं खुद को लेने के लिए ले रही हूँ, सबको मैं पूरा घर ले रही हूँ, रंगोली समेत सब ले रही हूँ. വീട്ടിലെത്തി കുറച്ചും കൂടെ ഡെക്കറേഷൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് മോളുടെ ഫോൺ കൊടുത്താൽ അവൾ സ്വയം ഷൂട്ട് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എനിവേ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇത് ഞങ്ങളുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. ബിൽഡിങ്ങിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പട്ന സിറ്റി ഇതുപോലെ എല്ലായിടത്തും ഡെക്കറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ദീപാവലിയുടെ വിളക്ക് കത്തിക്കാം.